എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്ന ഈ പരിപാടിക്ക് എന്നെ പല ദിവസങ്ങളായി വിളിക്കുകയും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്ന ഡോക്ടർ ജോർജ് ഈപ്പൻ തിരുമേനി, ഇവിടെ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന നിങ്ങളുടെ പേട്രൺ ബിഷപ്പ് ബ്രൗൺ, ഇവിടെ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിരിക്കുന്ന സിനിമാ താരം നിങ്ങളുടെ നാട്ടുകാരനായ യദുകൃഷ്ണ മൈലച്ചാൽ, ആശംസ അറിയിക്കുന്ന ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഷിബു ബാലകൃഷ്ണൻ, ഇവിടെ നന്ദി പറയുന്ന ഫാദർ ലിജി വർഗീസ്, ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്ന ബ്രദർ ഷിബു കെ വെട്ടുവിളിയിൽ, ഈ പരിപാടിയിൽ മൈലച്ചൽ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ഫെലോഷിപ്പ് മൈലച്ചൽ കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത്. ഒരു പ്രദേശത്തിന്റെ പേരിലാണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. മനുഷ്യൻ അറിയപ്പെടുന്നത് അവന്റെ കാലത്തോടും ദേശത്തോടും ബന്ധപ്പെടുത്തിയിട്ടാണ്. നമ്മൾ കാലത്തെ രൂപപ്പെടുത്തുന്നത്, കാലബോധം നമുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ മൃഗാദികൾക്കറിയില്ല ഇന്ന് ഞായറാഴ്ചയാണെന്ന്. ഇന്ന് 2025 അറിയുന്ന ഒരു മൃഗങ്ങളും പക്ഷികളും ഈ ഭൂമിയിലില്ല. ഇത് ഒറ്റശേഖരമംഗലം പഞ്ചായത്തിൽ നിന്ന് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഒരുപാട് പശുക്കളെയും ആടിനെയും കോഴിയും ഒക്കെ വിതരണം ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ആ വിതരണം ചെയ്യപ്പെട്ട ഒരു കോഴിക്കും ഒരാടിനും ഒരു പശുവിനും അറിയില്ല ഇത് ഒറ്റശേഖരമംഗലം പഞ്ചായത്താണെന്ന്. മനുഷ്യൻ സ്ഥലകാലങ്ങളുടെ സമന്വയ ബോധമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. സ്ഥലവും കാലവും ചേരുന്നതാണ് മനുഷ്യന്റെ ബോധം എന്ന് പറയുന്നത്. മൈലച്ചൽ എന്ന് പറയുന്ന നാട്, ആ നാടിനെ ടച്ച് ചെയ്യുമ്പോൾ കേവലം ഈ ഭൂപ്രദേശത്തിൽ രേഖാംശവും അക്ഷാംശവും രേഖപ്പെടുത്തുകയല്ല. മൈലച്ചൽ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ മണ്ണും അവിടുത്തെ കൃഷിയും അവിടുത്തെ വയലുകളും അവിടുത്തെ ഭൂമിയുടെ പ്രത്യേകതകളും മാത്രമല്ല, അവിടെ ജീവിക്കുന്ന പക്ഷിമൃഗാദികളും അവിടെ ജീവിക്കുന്ന മനുഷ്യരും ആ ഭൂമിയിൽ മാറ്റം വരുത്തുന്ന മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടായത്, ഈ ഭൂമിയിൽ അവനനുസരിച്ചും ഭാവിക്കനുസരിച്ചും മാറ്റം വരുത്താൻ ആരംഭിച്ചപ്പോഴാണ്. അതിനു മുമ്പ് മനുഷ്യനൊന്നും ഭൂമിയിൽ മാറ്റം വരുത്താറുണ്ടായിരുന്നില്ല. പണ്ട് ഇതിഹാസങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, മനുഷ്യന് ഭാഷയുണ്ടാകുന്നതിന് മുമ്പ്, ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ മനുഷ്യനിങ്ങനെ ഭാഷയില്ലാതെ നടക്കുന്ന കാലത്ത് 2 ജാതിയേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ ഇടയിൽ. ആണുജാതിയും പെണ്ണുജാതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആണുജാതിയും പെണ്ണുജാതിയും രാവിലെ എഴുന്നേറ്റാൽ പള്ളിയിൽ പോകണ്ട, സ്കൂളിൽ പോകണ്ട, വസ്ത്രമലക്കണ്ട, അടിച്ചു വാരണ്ട, വീട് പെയിന്റ് അടിക്കണ്ട, മൊബൈൽ ഫോൺ നോക്കണ്ട, വാട്സപ്പ് നോക്കണ്ട, ഒന്നും നോക്കണ്ട. രാവിലെ എഴുന്നേറ്റാൽ അവന്റെ ദൗത്യം ഏതൊരു പക്ഷിമൃഗാദികളുടെയും ദൗത്യം പോലെ ഭക്ഷണം കഴിക്കുക, വിസർജനം നടത്തുക, ഉറങ്ങുക, ഇണചേർന്ന് മക്കളെ സൃഷ്ടിക്കുക. ഈ പണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ പണി മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ ഭക്ഷണം തേടിപ്പോക്ക്, ഭക്ഷണം കൃഷി ചെയ്യാറില്ല. മരത്തിൽ നിന്ന് വീട് കിട്ടിയത് പെറുക്കി തിന്നു, അല്ലെ എറിഞ്ഞിട്ട് തിന്നു, അല്ലെ മൃഗങ്ങളെ കൊന്നു തിന്നു, അല്ലെ മണ്ണ് കിളച്ച് കിഴങ്ങ് തിന്നു. അങ്ങനെ നടക്കുന്ന കാലഘട്ടത്തിൽ ഇടക്ക് പെണ്ണിന് ആണിന്റെ കൂടെ പോകാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കാം? കുഞ്ഞുണ്ണി മാഷ് ഒരു കവിത കേട്ടിട്ടുണ്ടാകും. ആ കവിതയുടെ ഉത്തരമാണ് അതിന്റെ മറുപടി. ആ കവിതയാണ് അതിന്റെ ഉത്തരം. ആണിന്റെ അമ്മ പെണ്ണ്, പെണ്ണിന്റെ അമ്മയും പെണ്ണ്, ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം. ആണിനെ പ്രസവിച്ചതും പെണ്ണിനെ പ്രസവിച്ചതും പെണ്ണാണ്. ഗർഭം ധരിച്ച് കിടക്കുമ്പോ, കുഞ്ഞിനെയും മുലയൂട്ടി നടക്കുമ്പോ വൃക്ഷത്തിന്റെ മേലെ ഓടിക്കയറാൻ പറ്റുമോ? ഇല്ല. മൃഗങ്ങളുടെ പുറകെ ഓടാൻ പറ്റുമോ? ഇല്ല. അവള് വീട്ടിനകത്ത്, വീടില്ലല്ലോ, പാറക്കെട്ടിലോ പാറമടക്കിലോ ഗുഹയ്ക്കകത്തോ അവളെ ഇരുത്തി ബാക്കിയുള്ള ആളുകൾ, അവർക്ക് പേരെന്താ? നമ്മൾ ഇന്ന് അവരെ വിളിക്കാം കാട്ടാളനെന്ന്. കാരണം കാടേ അന്നുണ്ടായിരുന്നുള്ളൂ, നാടുണ്ടായിരുന്നില്ല. ആ കാട്ടാളന്മാര്
ഭക്ഷണം തേടി പോയി കിട്ടിയത് അവർക്ക് തിന്നതും കഴിച്ച് ബാക്കിയുള്ളത് ഈ പെണ്ണിന് കൊടുക്കും. അവൾക്ക് കൊടുക്കും. അവളത് തിന്നുമ്പോ ആ പഴത്തിനകത്ത് കുരു ഉണ്ടല്ലോ, ഈ കുരു പല്ലിന് പിടിക്കാത്തത് കൊണ്ടും രുചിയില്ലാത്തത് കൊണ്ടും അവളത് ഗുഹക്ക് പുറത്തേക്ക് വലിച്ചെറിയും. അന്നൊരു വീട്ടിലും ചവിട്ടുമ്പോ തുറക്കുന്ന മൂടിയുള്ള പാത്രം ഇല്ലല്ലോ. സംഭവം മനസ്സിലായിട്ടില്ലല്ലേ? ചവിട്ടുമ്പോ തുറക്കുന്ന മൂടിയുള്ളൊരു പാത്രമുണ്ട് എല്ലാ വീട്ടിലും, വേസ്റ്റ് ഇടുന്ന അതൊന്നും ഇല്ലല്ലോ. വലിച്ചെറിയും പുറത്തേക്ക്. അങ്ങനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അടുത്ത ഭക്ഷണം വരുന്നുണ്ടോ എന്ന് ഗുഹാമുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോ പുറത്ത് മഴ പെയ്തു. മഴ പെയ്തിട്ട് ഇവൾ പുറത്തേക്ക് എറിഞ്ഞ കുരു ഉണ്ടല്ലോ, അത് കുതിർന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് KM മാണി സാറിന്റെ ചിഹ്നം പൊങ്ങി വന്നു. മാണി സാറിന്റെ ചിഹ്നം അറിയാലോ, നിങ്ങൾ തമിഴ്നാട്ടിന്റെ അടുത്തായതുകൊണ്ട് ജയലളിതന്റെ ചിഹ്നം അറിയാലോ. രണ്ടില ഈ കുരുവിൽ നിന്ന് പൊങ്ങി വരുന്നു. ആ രണ്ടില പിന്നെ 4 ഇല 8 ഇല 10 ഇല ആകുമ്പോഴാണ് ആ ഇലയിൽ തന്നെ ഇവൾ സൂക്ഷിച്ചു നോക്കുക. കാരണം അന്നും പകലിന് 12 മണിക്കൂർ തന്നെ നേരമുണ്ട്, പക്ഷെ ഒരു വേറെ പണിയില്ല. ഈ ഇലയെ തന്നെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ആദ്യത്തെ ഐഡിയ പൊട്ടിമുളച്ചത്. ഒരു വെളിച്ചമുണ്ടായി അവളുടെ തലക്കുള്ളിൽ. എന്താ വെളിച്ചം? ഏത് വൃക്ഷത്തിൽ നിന്നാണ്, ഏത് വള്ളിയിൽ നിന്നാണ് ഈ പഴം പറിച്ചെടുത്തത്? അതേ വൃക്ഷത്തിന്റെ അതേ വള്ളിയുടെ ഇലയാണ് ഈ കുരുവിന്റെ അകത്തുനിന്ന് പുറത്തു വരുന്നത്. കുരുവിന്റെ അകത്തുനിന്ന് പുറത്തു വരുന്നത് അതേ വള്ളി അതേ ഇലയാണ്. എന്ന് പറഞ്ഞാൽ കുരുവിന്റെ അകത്ത് മരമുണ്ടാകും എന്നതാണ് ആദ്യത്തെ അറിവ്. നട്ടാൽ മുളക്കും എന്നാണ്. ആ അറിവിന്റെ ഒരു കുഴപ്പം, അറിവിന്റെ ഒരു പ്രശ്നം തന്നല്ലോ, വെളിച്ചമാണത്. വെളിച്ചത്തിന്റെ പ്രത്യേകത അറിയാമോ? വെളിച്ചം നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കില്ല. നിങ്ങൾ ഈ ഇവിടെ ഇട്ട ലൈറ്റ്, ആ ലൈറ്റ് ഈ മതിലിന്റെ അപ്പുറത്ത് പോകരുതെന്ന് പറഞ്ഞാൽ അനുസരിക്കില്ല. നിങ്ങളുടെ വീട്ടിന്റെ വരാന്തയിലിട്ട ലൈറ്റ് പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ അനുസരിക്കില്ല. അതിന് അത്രത്തോളം ഊർജമുണ്ടോ അത്രത്തോളം അത് പ്രചരിക്കും. അതുകൊണ്ടാണ് സ്വൻ തോമസ് ഇവിടെ വന്നത് ഒരു വെളിച്ചമായിട്ട്. എന്തിനാണ് ലോകത്തിൽ പലയിടങ്ങളിലേക്ക് പ്രവാചകന്മാരും പുണ്യാളന്മാരും പോയത്? അത് അവരുടെ കുഴപ്പമല്ല, വെളിച്ചത്തിന്റെ കുഴപ്പാ. വെളിച്ചത്തിന് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. വെളിച്ചമാവുന്നിടത്ത് എത്തിക്കാൻ ശ്രമിക്കും. ഒരു പുതിയ രഹസ്യം അറിഞ്ഞാൽ ആരോടെന്നൊന്ന് പറഞ്ഞാലേ നമുക്ക് സമാധാനമാവും. സിനിമയെ പറ്റി ഇവിടെ പറഞ്ഞല്ലോ, രസതന്ത്രം എന്ന് പറയുന്ന മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ മോഹൻലാലിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ ആൺകുട്ടിയാണ്. പക്ഷെ അത് ആണായിരുന്നില്ല, വെറും പെണ്ണാണെന്ന സത്യം ഇന്നസെന്റ് മനസ്സിലാക്കി. പക്ഷെ ഇതാരോടങ്ങ് പറഞ്ഞത് കൊന്നുകളയുന്നു മോഹൻലാൽ ഭീഷണിപ്പെടുത്തി ഇന്നസെന്റിനെ. ഇയാൾക്ക് ഈ സത്യം ആരോടും പറയാൻ പറ്റാഞ്ഞിട്ട് രാത്രിയിലുണ്ട് ശ്വാസം മുട്ടുന്നു. അത് വെളിച്ചത്തിന്റെ കുഴപ്പമായി. ഇതാരോടൊന്ന് പറയണ്ടേ? അവസാനം കാട്ടിൽ പോയിട്ട് വിളിച്ചു പറഞ്ഞപ്പോ പോലീസുകാർ കിട്ടും സംഭവം വെളിച്ചത്തായി പോയി. അതാണ് ആ സിനിമയുടെ ട്വിസ്റ്റ്. അറിവ് ആവുന്നിടത്തൊക്കെ പ്രചരിക്കും. ഇവരുടെ മനസ്സിൽ കുരുവിനകത്ത് മരമുണ്ടെന്ന ചിന്തയുണ്ടായപ്പോ അവളൊരൊറ്റ വിളിയാ, ഏഹേ, തന്റെ കൂട്ടുകാരെ വിളിച്ചതാ. അപ്പൊ കൂട്ടുകാരെന്തോ അപകടം പറ്റിയെന്ന് കരുതിയിട്ട് ഓഹോ ഓടി വരിക. 4 ദിക്കിൽ നിന്ന് 4 പേര് ഓടി വന്നു. വിളിച്ചു ചേർത്ത ഇവള് ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഭാഷയുണ്ടോ? കുരു എന്ന വാക്കില്ല, നടാം എന്ന വാക്കില്ല, മുളക്കുമെന്ന വാക്കില്ല, ഇല എന്ന വാക്കില്ല, മരം എന്ന വാക്കില്ല, ഒന്നുമില്ല. ഇതെങ്ങനെ ബോധ്യപ്പെടുത്തും? ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ ഇതര സംസ്ഥാന തൊഴിലാളികൾ വീട്ടിൽ പണിക്ക് വന്നാൽ അവരെ അത് ബോധ്യപ്പെടുത്താൻ കളിക്കുന്ന കളിയില്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ബംഗാളികളോട് പറയാനുള്ള പ്രയാസം. അങ്ങനെയാണ് അവള് മുഖഭാവം കൊണ്ട്, ശരീരത്തിലെ അംഗങ്ങൾ കൊണ്ട്, ചില ശബ്ദങ്ങൾ കൊണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഭാഷയുടെ ഉത്ഭവം ഉണ്ടായത്. അങ്ങനെ ഏറെ കാലമെടുത്തു. ഈ കുരുവിനകത്ത് മരമുണ്ട്, നട്ട മുളക്കും. അങ്ങനെയാണ് മനുഷ്യനുണ്ടാവുന്നത്. എങ്ങനെയാണ്? അക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു. കേട്ടിട്ടുണ്ടോ? മച്ചാട്ട് വാസന്തി എന്ന് പേരുള്ളൊരു നാടക ഗായികയുണ്ട്.
അവള് പാടിയ പഴയ നാടകഗാനമാണ്. ആ നാടകഗാനം ഇപ്പൊ അടുത്ത കാലത്ത് യേശുദാസ് സിനിമയിൽ പാടിയിട്ടുണ്ട്. പാട്ടോർമ്മയുണ്ടോ? പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കരളി എന്ന പാട്ടിൽ അക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു. വിത്തിട്ടപ്പോഴാണ് ആദ്യമായി മനുഷ്യന് ഇടമുണ്ടായത്. അതുവരെ ഇടമില്ല. എത്തിയെടുത്ത് കിടക്കും, പിന്നെ നടക്കും. സ്വന്തമായ ഭൂമിയില്ല, ഭൂമിക്ക് അതിരില്ല, അവിടെ ആധാരമില്ല, ആധാർ കാർഡില്ല. എത്തുന്നിടത്ത് കിടക്കും, ഭക്ഷണം തേടി നടക്കും. പക്ഷെ നട്ടപ്പോ ഇത് മുളക്കുമോ, മുളച്ചാൽ ഇത് പൂക്കുമോ, പൂത്താൽ ഇത് കായ്ക്കുമോ എന്നറിയാൻ വേണ്ടി ആദ്യമായിട്ട് മനുഷ്യൻ സ്ഥിരവാസം ആരംഭിച്ചു. സ്ഥിരവാസം ആരംഭിച്ചപ്പോഴാണ് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മേൽക്കൂര ഉണ്ടാക്കിയത്. മഴവെള്ളം കിടന്ന ശരീരത്തിലൂടെ ഒഴുകാതിരിക്കാൻ കിടന്നിടത്ത് മണ്ണുവാരിക്കൂട്ടി തറയുണ്ടാക്കിയത്. ആ തറയ്ക്കുള്ളിലേക്ക് പക്ഷിമൃഗാദികൾ കയറി വരാതിരിക്കാൻ വേണ്ടി പനയോലകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും ചുമരുണ്ടാക്കിയത്. അങ്ങനെ ആദ്യമായ വീടുണ്ടായി. മനസ്സിലായോ? നട്ടപ്പഴാ വീടുണ്ടായത്. അങ്ങനെ അവിടെ താമസിച്ചപ്പോ അട്ടഹാസം അടുത്തിരുന്നപ്പോ മെല്ലെ പറയാൻ തുടങ്ങി. ഏഹേ എന്നതിന് പകരം മെല്ലെ പറയാൻ തുടങ്ങി. ശബ്ദം നാദമായി മാറി. നാദം ശൂന്യതയിൽ ആദ്യം അമൃതം വർഷിച്ചു, അല്ലേ? ആദിനാദം ഉണ്ടായി. എന്താ നാദം? ഒച്ചയും നാദവും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങളുടെ വീട്ടിൽ സംസ്കാരം രൂപപ്പെടുന്നത് നിങ്ങൾ ഉച്ചരിക്കുന്ന നാദം കേട്ടിട്ടാണ്. രാവിലെ മക്കളെ വിളിക്കുന്ന ശബ്ദം ഒച്ചയാണോ നാദമാണോ? ഏഹേ എന്ന വിളി കാട്ടാളന്റെ ശബ്ദമാണ്. കാട്ടാളന്റെ ശബ്ദത്തിന് സംഗീതത്തിൽ പറയുന്നതെന്നറിയോ? സപ്തസ്വരങ്ങളില്ലേ? സരിഗമ പദനി, ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. നിഷാദനാര? കാട്ടാളനാണ്. മാ നിഷാദ, അരുത് കാട്ടാള. നിഷാദം കാട്ടാളന്റെ ഒച്ചയാണ്. നിങ്ങൾ മക്കളെ വിളിച്ചുണർത്തുന്ന ശബ്ദം എന്താ? സ്കൂൾ ബസ് വരേണ്ട സമയമായിട്ടും പയ്യൻ എഴുന്നേറ്റിട്ടില്ല, ഇവിടെ ഭക്ഷണമൊന്നും ആയിട്ടില്ല, രാവിലെ തന്നെ അട്ടഹാസമാണോ? നിങ്ങളുടെ കുട്ടി കാട്ടാളനെയാവും. അതിനു പകരം മോനെ എന്ന് വിളിക്കുമോ? അവിടെ മനുഷ്യനുണ്ടാവും. മോളെ എന്ന് വിളിക്കുമോ? മനുഷ്യൻ ഉണ്ടാവും. അട്ടഹാസത്തിൽ നിന്നുമല്ല ശബ്ദം സംവരണം ചെയ്തു. അങ്ങനെ വട്ടത്തിൽ ഇരുന്നിട്ട് ഭാഷയുണ്ടാക്കി. അപ്പോഴേക്ക് ഇത് മുളച്ചത്, പൂത്ത് കായ്ച്ചത് പറിച്ചെടുത്ത് പങ്കുവെച്ച് കഴിച്ചു. സ്നേഹമുണ്ടായി, പങ്കുവെച്ച് കഴിച്ചു. അങ്ങനെ തിന്നപ്പോഴാണ് പക്ഷിമൃഗാദികളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനായത്. ആ വ്യത്യസ്തതയെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് ഒരു സിനിമാ ഗാനമുണ്ട്. ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അളന്നളന്ന് കൂട്ടുന്നില്ല. ഇവൻ തിന്നതിന്റെ ബാക്കി സൂക്ഷിച്ചു വെച്ചു, ഉണക്കി വെച്ചു, ആവശ്യക്കാർക്ക് കൊടുത്തു. അവന്റെ അടുത്ത് ഇല്ലാത്തത് വാങ്ങി. ബാർട്ടർ സിസ്റ്റം ഉണ്ടായി, വിപണനമുണ്ടായി, കൈമാറ്റമുണ്ടായി, മനുഷ്യനുണ്ടായി. അന്ന് ഭാരതത്തിൽ അവരുണ്ടാക്കിയ നാടിന് നാട് എന്നല്ലേ പറയുന്നത്. എന്താ നാടെന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? നാട് എന്ന മലയാള വാക്ക് എങ്ങനെ ഉണ്ടായെന്നറിയോ? നടുന്നത് നാട്, തനിയെ മുളച്ചത് കാട്, നട്ടുമുളപ്പിച്ചത് നാട്. നടുന്നവൻ നാട്ടാളൻ, ഒന്നും നടാത്തവൻ കാട്ടാളൻ. ഇന്നീ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കുക, ഇതിലേതിലാണ് ഞാൻ പെടുക? നാട്ടാളനാണോ കാട്ടാളനാണോ? എന്തെങ്കിലും നട്ടില്ലേ? നമ്മുടെ പുതിയ കുട്ടികൾ ഇങ്ങനെ കമ്പ്യൂട്ടറുമായി നടക്കുകയല്ലേ. www.com MD എന്നടിച്ച മസാല ദോശ ഡൗൺലോഡായി കിട്ടുമോ? ഇല്ല. NR എന്നടിച്ച നെയ്റോസ്റ്റ് കിട്ടുമോ? ഇല്ല. ഇവിടെ എല്ലാവർക്കും തിന്നണ്ടേ, ഭക്ഷണം വേണ്ടേ? ഭക്ഷണം ഉണ്ടാക്കുവാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യൻ വിതയ്ക്കാനും കൊയ്യാനും അളന്നളന്ന് കൂട്ടാനും തുടങ്ങിയപ്പോഴാണ് മനുഷ്യൻ. പക്ഷിമൃഗാദികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അളന്നളന്ന് കൂട്ടുന്നില്ല. മനുഷ്യനുണ്ടായി. ആ നാട് 4 ദിക്കിൽ നിന്ന് വന്ന 4 പേരും വിളിച്ചു ചേർത്തവര് പെണ്ണും ചേർന്നിട്ട് 5 പേരുടെ നാടിനെയാണ് ഭാരതത്തിൽ 5 പേരുടെ നാട് എന്ന് പറയാ. കേട്ടിട്ടുണ്ടോ?
അന്ന് ഭാരതത്തിലുണ്ടായ ഭാഷ സംസ്കൃതമായതുകൊണ്ട് അഞ്ചിന് പഞ്ചോന്ന് പറയും, ഒത്തുചേർന്നിരിക്കുന്നതിന് അയത്ത് എന്ന് പറയും. അങ്ങനെ 5 പേര് ഒത്തുചേർന്ന് ഉണ്ടാക്കിയ നാടിനെയാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇല്ലേ ഇവിടെ? പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 5 പേര് ഒത്തുചേരുക. ഇവിടെ എത്ര മെമ്പർമാരുണ്ട്? ഇവിടെ പഞ്ചായത്തിൽ എത്ര മെമ്പർമാരുണ്ട്? അപ്പോ ഇവിടെ പഞ്ചായത്തല്ല 14 14 പേര് ഒത്തുചേരുന്നതാണ് 14. 5 പേര് ഒത്തുചേർന്ന പഞ്ചായത്ത്. മനസ്സിലായത്? ഗ്രാമമുണ്ടായി. ആ ഗ്രാമം ഉണ്ടായപ്പോ മനുഷ്യനുണ്ടായി. അപ്പോ മനുഷ്യനുണ്ടാകുന്നത് ഒരു ഇടത്ത് സ്ഥിരവാസം ആരംഭിച്ചപ്പോഴാ മൈലച്ചൽ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടാണ് മനുഷ്യന്റെ അസ്തിത്വം ഉണ്ടാകുന്നത്. നാടുമായി ബന്ധപ്പെട്ട നമ്മൾ നാടിന്റെ പേരിൽ അറിയപ്പെടുന്നു മലയാളി. എന്താ മലയാളി? മലയുടെയും അളത്തിന്റെയും മധ്യത്തിലുള്ളവൻ. അളം കടലാണ്. ഉപ്പളം, ഉപ്പുണ്ടാക്കുന്ന കുഴി ഉപ്പളം. അളം കടലാണ് തമിഴില്. മലൈ പർവ്വതം, മലയുടെയും അളത്തിന്റെയും മധ്യത്തിലുള്ളവൻ മലയാളി. കേരളം എന്ന പേര് അന്ന് വന്നിട്ടില്ല, പിന്നെ വന്നതാണ്. ചേര രാജാക്കന്മാരുടെ അളം ചേരളമാണ്, പിന്നെ കേരളമായത് എന്നാ പറയുന്നത്. നമ്മൾ മലയാളമാണ്. മലയാളം, മലയാള നാട്ടിലെ ഭാഷ മലയാഴ്മ ആയിരുന്നു. ഇവിടെ മലയാളം എന്ന ഭാഷയായിരുന്നില്ല, മലയാഴ്മ എന്നായിരുന്നു. കാൽബൽ സാഹിബാണ് മലയാള ഭാഷയിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം എഴുതിയത്. അതിന്റെ പേര് മലയാഴ്മയുടെ വ്യാകരണം എന്നാണ്. സമൂരിക്കോലോത്തെ മേൽക്കോയ്മയും മങ്ങാത്ത മായാത്ത മലയാഴ്മയും നിലനീല നിന്ന മണലാഴിയിൽ എഴുതാൻ തുനിഞ്ഞ പടനായകന്റെ കഥ ഇന്നെന്റെയും കരങ്ങേറുവാൻ അയ്യ കണ്ണാടി ചില്ലൊത്ത തീരങ്ങളിൽ പറയുമാമാങ്കം പല കുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ എന്ന പാട്ടിലാണ് മലയാഴ്മ എന്നുള്ളൊരു പദമുള്ളത്. ഇവിടെ മനുഷ്യനുണ്ടാവാൻ എന്തെല്ല കാര്യങ്ങൾ ഉണ്ടായി? ഞാൻ പറഞ്ഞത് നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് തുടങ്ങുക. ഞാൻ എന്താണ് മനുഷ്യനുണ്ടാവാൻ എന്തെല്ലാം കാര്യം ഉണ്ടായി? 5 കാര്യങ്ങൾ ഉണ്ടായി. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ സംസ്കാരമുള്ളവനാണ്. 5 കാര്യം. നിങ്ങളുടെ വസ്ത്രമുണ്ടോ എന്നല്ല, നിങ്ങളുടെ വീടിന് എത്ര വലിപ്പമുണ്ട് എന്നല്ല, നിങ്ങളുടെ ഡിഗ്രി എന്തെന്നല്ല, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എന്നല്ല, നിങ്ങൾ സംസ്കാരമുണ്ടോ, മനുഷ്യനാണോ എന്നറിയുന്നതിന് 5 ഘടകങ്ങൾ ഉണ്ടായി. ഈ 5 ഘടകങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. 1 ചിന്ത ആണ് ആദ്യം. ഗുരുവിന്റെ അകത്ത് മരമുണ്ട് എന്ന ചിന്തയാണ്. ചിന്തയാണ് മനുഷ്യനെ മനുഷ്യനാക്കി. ആ ചിന്തയിലൂടെയാണ് ദൈവത്തിന്റെ അടുത്തെത്തിയത്. ദൈവത്തിന്റെ അടുത്തെത്താൻ നടന്നു പോകാൻ വഴിയുണ്ടോ? ദൈവത്തിന്റെ അടുത്തെത്താൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ചിന്ത. ദൈവത്തിന്റെ അടുത്തെത്താൻ ഭക്തിയും അന്വേഷണവും ഒക്കെ ചിന്തയുടെ ഭാഗമാണ്. നടന്നിട്ട് ഒരിക്കലും നമുക്ക് സ്വർഗ കവാടത്തിലെത്താൻ പറ്റില്ല. സ്വർഗത്തിലേക്ക് പടവുകളുണ്ടോ? ഇല്ല. സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു പടവ് ചിന്തയാണ്. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. കേട്ടിട്ടില്ലേ? ചിന്തയാകുന്ന മണിമന്ദിരം. അതുകൊണ്ട് നമ്മൾ നമസ്കരിക്കുമ്പോ, നമ്മളൊരാളെ തൊഴുമ്പോ, ആ തൊഴുമ്പോ നമ്മുടെ കയ്യിലെ പ്രധാനപ്പെട്ട വിരൽ എവിടെയാ? ഇതല്ലേ? തള്ള വിരലാണ്. തള്ള അമ്മയാണ്. ചില നാട്ടിൽ അപ്പം വിരൽ എന്ന് പറയും, അപ്പൻ അച്ഛനാണ്. ഇതാണ് ലൈക്കടിക്കുന്ന വിരല്. തൊഴുമ്പോ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളല്ലേ പ്രധാനം. നമസ്തേ എന്ന് പറയുന്നില്ലേ? എന്താ നമസ്തേന്റെ അർത്ഥം അറിയാവോ? നമസ്തേ നമസ്തേ എന്ന് പറയും. നമസ്തേന്റെ അർത്ഥം എന്താ? 3 സംസ്കൃത വാക്കുകൾ ചേർന്നിട്ടാണ് നമസ്തേ ഉണ്ടായത്. ന, മ, തേ. ന എന്ന് പറഞ്ഞാൽ നോ എന്നാണ്, നോ. മ എന്ന് പറഞ്ഞാൽ മീ എന്നാണ്, ഞാൻ. തേ എന്ന് പറഞ്ഞാലോ നീ എന്നാണ്. ദൗ. ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷിൽ യു എന്ന വാക്കിന് പകരം ദൗ എന്നാ പറയാ. യു ആർ എന്നതിന് ദൗ ആർട്ട് എന്നാ പറയാ. ദൗ. ആ ദൗ ആണ് തേ. നമസ്തേ എന്ന് പറഞ്ഞാൽ നോട്ട് മീ ബട്ട് യു. നോട്ട് മീ ബട്ട് യു. അതാണ് നമസ്തേ. എന്നേക്കാൾ നിനക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് നമസ്തയുടെ അർത്ഥം. ഈ ഇംഗ്ലീഷും സംസ്കൃതവും ഏതാണ്ട് ഒരുപാട് ബന്ധമുള്ള പദങ്ങളാണ് കേട്ടോ. സംസ്കൃത ഭാഷയും ഇംഗ്ലീഷും നമുക്ക് കേൾക്കുമ്പോ ആയുർവേദവും അലോപ്പതിയും പോലെ ഇല്ലേ? ബന്ധമുണ്ട്.
ഇന്തോ ആര്യൻ ഭാഷാ കുടുംബത്തിൽ നിന്നാണ് സംസ്കൃതവും ഇംഗ്ലീഷും ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മുടെ മാസങ്ങളുടെ പേരും സംസ്കൃത അക്കങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. അറിയാമോ? സംസ്കൃതത്തിൽ സപ്തം, അഷ്ടം, നവം, ദശം, കേട്ടില്ലേ? 7, 8, 9, 10. ഇംഗ്ലീഷ് മാസങ്ങൾക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ദശംബർ. അതെങ്ങനെ വന്നു? ഞാനതിനെ പറ്റി പഠിച്ചു നോക്കി. പക്ഷെ ഒരു ചെറിയ പ്രശ്നം വന്നു. സപ്തം 7 പക്ഷേ സെപ്റ്റംബർ 7 മാസമല്ല 9 മാസമാണ്. അഷ്ടം 8 പക്ഷെ ഒക്ടോബർ 8 മാസമല്ല 10 മാസം. നവം എന്ന് പറഞ്ഞ 9 പക്ഷെ നവംബർ 11 മാസം. ദശം 10 പക്ഷെ ഡിസംബർ 12 മാസം. ഇതെന്താ പറ്റി? അവിടെ വീണ്ടും ഞാൻ അന്വേഷിച്ചു. കലണ്ടർ പുതുക്കിയ, ഗ്രിഗോറിയൻ കലണ്ടർ പുതുക്കിയത് ജൂലിയസ് സീസറിന്റെ കാലത്താണ്. അപ്പൊ മാസങ്ങൾ അതുവരെ 10 ഉണ്ടായിരുന്നുള്ളൂ. 2 മാസങ്ങൾ കൂട്ടിച്ചേർക്കാൻ, ചാന്ദ്രമാസങ്ങൾ, മന്ത്, MONTH, മൺ, ചന്ദ്രൻ, ഭൂമിയെ ചുറ്റുന്നത്ത്, അതാ മന്ത്. അപ്പൊ 12 മാസങ്ങൾ എന്ന് കണ്ടെത്തി. അപ്പൊ 2 മാസത്തിന് പുതിയ പേര് കൊടുക്കണ്ടേ? അപ്പൊ ജൂലിയസ് സീസർ പറഞ്ഞു, എന്റെ പേര് കൊടുക്കണം ഒരു മാസത്തിന്. അങ്ങനെയാ ജൂലൈ ഉണ്ടായത്. പിന്നെ അഗസ്റ്റസ് സീസർ ജൂലിയസ് സീസറുടെ മരുമകനാണ്, അടുത്ത രാജാവാണ്. അപ്പൊ 2ാമത്തെ മാസത്തിന് അഗസ്റ്റസ് സീസറിന്റെ പേര് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആഗസ്റ്റ് ഉണ്ടായത്. അപ്പൊ ജൂലൈയും ആഗസ്റ്റും പിന്നെ ചേർന്നതാണ്, അടുക്ക് കയറി വന്നതാ. അപ്പൊ ജൂലൈയും ആഗസ്റ്റും വരുന്നതിന് മുമ്പ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 6 മാസം. 7 മാസം സെപ്റ്റംബർ ആയിരുന്നു. 8 മാസം ഒക്ടോബർ ആയിരുന്നു. 9 മാസം നവംബർ, 10 മാസം ഡിസംബർ. മനസ്സിലായോ? ഇത് യാദൃച്ഛികമായി വന്നതല്ല. അങ്ങനെയായിരുന്നു. മലയാളിക്ക് സ്വന്തമായ ഒരു കലണ്ടർ ഉണ്ടായപ്പോഴാണ്. നമ്മൾ ഈ ചുമരുമ തൂക്കുന്ന കലണ്ടർ പോർച്ചുഗീസുകാർ വരുമ്പോ കൊണ്ടുവന്നതാ. അതിനു മുമ്പ് നമുക്കൊരു കലണ്ടർ ഉണ്ട്, അറിയാവോ? കലണ്ടറിന്റെ, മലയാളിയുടെ സ്വന്തം കലണ്ടറിന്റെ പേര് അറിയാവോ? കൊല്ലത്ത് വെച്ചാ അതുണ്ടായത്. ആ കലണ്ടർ ഉണ്ടാക്കി അന്ന് മുതൽ കൊല്ലവർഷം എന്നറിയപ്പെടും. കൊല്ലവർഷം. ഇത് 1200 വർഷമായി. കൊല്ലവർഷം ഇത് 1200 ആണ്ടാണ്. അതുണ്ടാക്കിയ കൊല്ലത്ത് വെച്ചാണ്. ക്രിസ്തുവിന് ശേഷം 825 ആണ്ടിൽ, AD 825 ആണ്ടിലാണ് കൊല്ലവർഷം കലണ്ടർ ഉണ്ടായത് മലയാളി. ആ കൊല്ലവർഷം കലണ്ടർ ഉണ്ടാകുന്നതിന് മുമ്പ് മലയാളിക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. അറിയാമോ? മലയാളിക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസത്തിനും ഓരോ നക്ഷത്രങ്ങളുടെ പേരായിരുന്നു. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രത്തിന്റെ പേരായിരുന്നു. അതുകൊണ്ട് ഒരു മാസം കൂടുന്ന 28ാമത്തെ ദിവസം, അതാ ഹിന്ദുക്കള് 28ാമത്തെ ദിവസം പേര് വിളിക്കുന്നത്. കാരണം ഒരു കുട്ടി ജനിച്ച മാസം കൂടുന്ന 28ാമത്തെ ദിവസം, അവന്റെ നക്ഷത്രം വീണ്ടും വരുന്നത് 28ാമത്തെ ദിവസം. അതുകൊണ്ടാണ് നക്ഷത്രം നോക്കിയിട്ടാണ് പിറന്നാൾ ആഘോഷിച്ചിരുന്നത് പണ്ട്. ഒരു 50 വയസ്സിന് മുമ്പുള്ള ഹിന്ദുക്കളൊക്കെല്ലാം 3 ദിവസം പിറന്നാൾ ആഘോഷിക്കാം. ഒന്ന് പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത കൃത്യം ഇംഗ്ലീഷ് തീയതി. 2ാമത്തത് മലയാള മാസവും നക്ഷത്രവും. 3ാമത്തത് ഏതാണെന്നറിയോ? LP സ്കൂളെ ഹെഡ് മാസ്റ്റർ നിശ്ചയിച്ച തീയതി എന്നാണ്. സ്കൂളിൽ ചേർക്കാൻ പോയാൽ എപ്പോഴാ ഡേറ്റ് ഒന്നും ആർക്കും ഓർമ്മയുണ്ടാവില്ല. എന്നെ ചേർക്കാൻ പോയപ്പോ ഹെഡ് മാസ്റ്റർ കുഞ്ഞിരാം മാഷ് ചോദിച്ചു, എപ്പോഴാ ഇവനെ പ്രസവിച്ചു? അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ മലയാണ് പൊരളിമല, പഴശ്ശിരാജാവിന്റെ ആസ്ഥാനം. പൊരളിമലയിൽ ഞങ്ങൾ പുനകൃഷി നടത്തിയ കൊല്ലാണ് പ്രസവിച്ചത്. അതേത് കൊല്ല പുനകൃഷി നടത്തിയത്? കണ്ണവം പാലത്തിന്റെ കണ്ണടഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടായ കൊല്ലാണ് പ്രസവിച്ചത്. എവിടുന്ന് മാഷക്കറിയാം? മാഷ് നിശ്ചയിച്ചു ജൂണിൽ സ്കൂളിൽ ചേർക്കണമെങ്കിൽ മെയ്യിൽ പ്രസവിച്ചാലേ 5 വയസ്സ് തികയും. അതുകൊണ്ട് ജന്മദിനം മെയ് 4 മാഷ് നിശ്ചയിച്ചു. അതാ എന്റെ SLC ബുക്കിൽ മെയ് 4. ഞാനിത് ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ മെയ് 4 ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. ഇപ്പൊ മെയ് 4-ാം തീയതി ആയിരിക്കും ഇങ്ങനെ ആശംസ വരും, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഞാനത് മുഴുവൻ മരിച്ചുപോയ കുഞ്ഞിരാം മാഷയുടെ പാതാരബിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്തു. കാരണം അത് അയാൾ നിശ്ചയിച്ചതാ. മനസ്സിലായത്? അയാൾ നിശ്ചയിച്ചതാണ് ആ ജന്മദിനം. നക്ഷത്രം, ഈ നക്ഷത്രം ഒരു മാസത്തിന്റെ കണക്കിൽ ഒരു പ്രശ്നം. ഞാനിവിടെ ഈ ഹിന്ദു സന്യാസിമാരോട് കുറെ ആളുകളോട് ചോദിക്കുന്നു, ഈ ശബരിമലയിൽ മണ്ഡലകാല വ്രതമില്ലേ, 41 ദിവസത്തിന്റെ കണക്കെന്താന്ന് ആർക്കും അറിയില്ല. ഈ 41ന്റെ കണക്ക് എങ്ങനെയാ വന്നതെന്ന് ആർക്കും അറിയില്ല. ഈ 27 ദിവസം വെച്ചിട്ട് ഒരു മാസം 12 മാസം വെച്ച് നോക്കുമ്പോ 27 ഗുണിക്കണം 12 സമം 324 ദിവസമാവും. പക്ഷെ ഭൂമി സൂര്യനെ ചുറ്റണമെങ്കിൽ 365 ദിവസം വേണം. അപ്പൊ എത്ര ദിവസത്തിന്റെ കുറവുണ്ട്? 365 മൈനസ് 324 സമം 41. അതാ മണ്ഡലകാലം. ഇത് മണ്ഡലം എന്ന് പറഞ്ഞാൽ വട്ടം കംപ്ലീറ്റ് ആക്കാൻ ഒരു മാസം കൂട്ടിച്ചേർത്ത മണ്ഡലമാസം കിട്ടിയോ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ സ്വന്തം കലണ്ടറിന്റെ പേര് പഞ്ചാംഗം എന്നായിരുന്നു, പുസ്തക രൂപത്തില പഞ്ചാംഗം.
പഞ്ചാംഗമാണ്. അപ്പൊ കാലബോധം മനുഷ്യനേ ഉള്ളൂ. ദിവസത്തെയും മണിക്കൂറായിട്ടും മിനിറ്റായിട്ടൊക്കെ മുറിച്ചത്, വർഷമായിട്ടും മാസമായിട്ടും മുറിച്ചത് മനുഷ്യനേ ഉള്ളൂ. അങ്ങനെയാണ് ഈ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നൊക്കെ വന്നത്. ജനുവരി മാസമാണല്ലോ ഇത്. എന്താണ് ജനുവരി മാസത്തിന്റെ പ്രത്യേകത? ജനുവരി മാസത്തിന്റെ പ്രത്യേകത എങ്ങനെയാ ജനുവരിക്ക് ജനുവരി എന്ന് പേര് കിട്ടി അറിയാമോ? ഗ്രീക്ക് ദേവതയായ ജാനസ് ദേവത, അത് ഗോഡ് ഓഫ് എൻട്രൻസ് ആണ്, പ്രവേശന കവാട ദൈവമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടാരത്തിലേക്ക്, ഒരു കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ചേരുമ്പോ മലയാളത്തിൽ ദ്വാരപാലകൻ എന്ന് പറയും. ആ ദ്വാരപാലക ദൈവമാണ് ജാനസ് ദേവതയാണ്. അതുകൊണ്ട് ആ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മാസത്തിന് ജാനസ് എന്ന് പേര് കൊടുത്തത്. ജാനസ് ദേവതയ്ക്ക് 2 തലകളുണ്ട്, ഒന്ന് മുന്നോട്ടും ഒന്ന് പുറകോട്ടുമാണ്. മനുഷ്യന് മാത്രമേ ഈ 2 തലകളുള്ളൂ. പക്ഷിമൃഗാദികൾക്ക് ഒറ്റ തലയുള്ളൂ, മുന്നോട്ട്. മനുഷ്യന് പുറകോട്ടുണ്ട്. അതുകൊണ്ടാണ് 2025 എന്ന് നമുക്ക് വർഷമുണ്ടായത്. നമ്മൾ എവിടുന്നാ വന്നതെന്നറിയാം. എങ്ങനെയാണ് ഈ സംസ്കാരം ഉണ്ടായത്? കാലബോധമുണ്ട് നമുക്ക്. എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയുന്നവർക്ക് എവിടേക്കോ പോണു ഞാൻ എന്ന് തിരിച്ചറിവുണ്ടാവൂ. ആ തിരിച്ചറിവുണ്ടാവണമെങ്കിൽ വിളക്കുമരങ്ങളാകുന്ന പ്രവാചകന്മാരോട്, തിരുമേനിമാരോട്, പുണ്യാളന്മാരാകുന്ന വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന് ചോദിക്കണം. ഈ പാട്ട് അശ്വമേധം എന്ന് പറയുന്ന KPSCയുടെ നാടകഗാനമാണ്. അശ്വമേധം എന്ന നാടകത്തിൽ ഒരു ഗാനമാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, വിളക്കുമരമേ വെളിച്ചമുണ്ടോ. ആ നാടകത്തിലെ കുഷ്ഠരോഗി പാടുന്ന പാട്ട് കേട്ടിട്ട് നാടകം കണ്ട അന്ന് ഞാൻ കരുതിയത് സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തതുകൊണ്ടാ പാടുന്ന വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന്. മനുഷ്യന്റെ ചിന്തകളിലെ വിളക്കുമരങ്ങളുണ്ട്. ഈ വിളക്കുമരങ്ങളാണ് മനുഷ്യന് സംസ്കാരം ഉണ്ടാക്കുന്നത്. വിളക്കുമരങ്ങൾ പാതയോരത്ത് സ്ഥാപിച്ചതല്ല, മനുഷ്യന്റെ ജീവിതയാത്രയുടെ ഓരത്ത് സ്ഥാപിച്ചിരിക്കുന്ന വലിയ വലിയ പുണ്യാളന്മാരും പ്രവാചകന്മാരുമായിരിക്കുന്ന വിളക്കുമരങ്ങളിൽ നിന്ന്, ഗുരുജനങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിക്കണം നമ്മൾ. അപ്പോൾ മാത്രമേ നമ്മൾ മനുഷ്യരാവുന്നുള്ളൂ. അപ്പൊ ചിന്തയാണ് വളർത്തേണ്ടത്. ഞാനല്ല, നീയാ പ്രധാനം. അതാണ് നമസ്തേ. അപ്പൊ പിന്നെ കൈ ഇങ്ങനെ അങ്ങോട്ടല്ലേ കൊണ്ടത്? ഇതല്ലേ പ്രധാനം? നോ, ഇവിടെയാണ്. എന്തുകൊണ്ടാണ്? ആ വെളിച്ചം ഇങ്ങോട്ടേക്ക് ഏറ്റുവാങ്ങണം. ആ വെളിച്ചം ആകാശത്തുനിന്ന് ദൈവത്തിന്റെ കടാക്ഷമാകുന്ന വെളിച്ചം ഇങ്ങോട്ട് വരുമ്പോ എന്റെ ഹൃദയത്തിൽ അത് ക്രോസ് ചെയ്യണം. കുരിശു വരക്കുന്നത് കേവലം യേശുവിനെ ക്രൂശിച്ച ആ ഒരു അടയാളം കൊണ്ട് മാത്രമായിട്ട് കാണരുത്. ദൈവകടാക്ഷം എന്റെ ഹൃദയത്തിലേക്ക് ക്രോസ് ചെയ്യണമേ. അതാണ് മേലെ നിന്ന് താഴോട്ട്. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് അല്ലേ പ്ലസ് ഇല്ലേ? കുട്ടികൾക്കൊക്കെ A+ വേണ്ടേ? എന്താണ് ഈ പ്ലസിന്റെ അർത്ഥം? പ്ലസ് എന്ന് പറയുന്നത് പക്ഷിമൃഗാദികൾക്ക് പ്ലസ് ഇല്ല. ഉണ്ടോ? മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആനകളാണ് ഒരുപാട് കാലം മുമ്പേ ഉണ്ടായിരുന്നു. ആ ആനകൾ അന്ന് എങ്ങനെയാ ജീവിച്ചത്? എന്തെങ്കിലും ഒരു മാറ്റം ഇന്ന് ജീവിക്കുന്നതിലുണ്ടോ? അന്നും ഇന്നും ഒരുപോലെ. തൃശ്ശൂർ പൂരത്തിന് 10-50 ആനകൾ ഇങ്ങനെ തിടമ്പുമായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ഏതാണ്ട് 5 ലക്ഷം ആളുകൾ കാണാനുണ്ടാകും. എന്നിട്ട് ഇതുവരെ ഒരു ആന ഒരു ട്രൗസർ ഉടുക്കണം എന്നുള്ള ചിന്തയുണ്ടായോ? അതിന് ഇല്ല. അത് അന്നും ഇന്നും ഒരുപോലെയാ പക്ഷിമൃഗാദികൾ. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഇന്നലെ ഇല്ലാത്തത് എന്തെങ്കിലും ഒന്ന് പ്ലസ് ആവണം. എന്താണ് പ്ലസ് ആവേണ്ടത്? സംസ്കാരം പ്ലസ് ആവുന്നത് എങ്ങനെയാണ്? ഇന്നലെ ഞാൻ ഒരു ചോറ് തിന്നു, ഇന്ന് 2 ചോറ് തിന്നാൻ പറ്റുമോ? ഇന്നലെ ഞാൻ ഒരു സാരി ഉടുത്തു, ഇന്ന് 2 സാരി ഉടുക്കാൻ പറ്റുമോ? ഇന്നലെ ഞാൻ ഒരു കട്ടിലിൽ കിടന്നു, ഇന്ന് 2 കട്ടിലിൽ കിടക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താണ് പ്ലസ് ആവേണ്ടത്? ഭൗതിക സൗകര്യങ്ങളൊന്നും പ്ലസ് ആക്കാൻ പറ്റില്ല. പുതിയ മോഡലുകൾ ഉണ്ടാക്കാമെന്നേ. പ്ലസ് ആക്കേണ്ടത് ആന്തരികമായ സംസ്കാരമാണ്, ചിന്തയാണ്.
അതുകൊണ്ട് ചിന്ത വളർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ചിന്ത വളർച്ച തടയുന്നു, ഇല്ലാതാവുന്നുവോ അന്ന് ദൈവങ്ങൾ തളരും. കാരണം ദൈവം ഇരിക്കുന്നത് എവിടെയാ? പള്ളിക്കകത്താണോ? അമ്പലത്തിലകത്താണോ? ദൈവം ഇരിക്കുന്നത് എവിടെയാ? ദൈവം ഇരിക്കുന്നത് ചിന്തയിലാണ്. ആ ചിന്തയിൽ നന്മയും ചിന്തയിൽ വെളിച്ചവും ചിന്തയിൽ വലിപ്പവും ഉണ്ടാകുമ്പോൾ, ചിന്ത വലുതാകുമ്പോൾ ദൈവം വലുതാകും. ചിന്തയിൽ വെളിച്ചം ഉണ്ടാകുമ്പോൾ ദൈവം വെളിച്ചമാകും. ചിന്തയിൽ ഇരുട്ട് പടരുമ്പോൾ ദൈവം ഇറങ്ങിപ്പോകും. കാരണം ദൈവം ഇരിക്കുന്നത് വൃത്തിയുള്ളിടത്തും വെളിച്ചമുള്ളിടത്തും മാത്രമാണ്. വെളിച്ചമില്ലാത്തടത്ത് ദൈവം ഇരിക്കില്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ടോ എന്നെങ്ങനെയാ മനസ്സിലാവുക? നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടോ? നിങ്ങൾ കുരിശുമാല ധരിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുർബാന സ്വീകരിക്കാറുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് നോക്കിയിട്ടല്ല നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ആ വെളിച്ചമാണ് പ്രധാനം. അതുകൊണ്ട് ഈ മൈലച്ചൽ കൺവെൻഷൻ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം ഉണ്ടാവണം. അപ്പം ദൈവം കൂടുതൽ തിളങ്ങും. പുതിയൊരു വെളിച്ചം ഉണ്ടാകണം. നിങ്ങളുടെ ഹൃദയം വലുതാവും, അപ്പൊ ദൈവവും വലുതാവും. നിങ്ങളുടെ മനസ്സും ചിന്തയും വലുതാവുമ്പോ ദൈവവും വലുതാവും. നിങ്ങൾ വലുതാവാത്തത് കൊണ്ടാണ് കുട്ടികൾ ചെറുതാവുന്നത്. അറിയാമോ? അമ്മമാരും അച്ഛന്മാരും അറിയണം. കുട്ടികളെ പറ്റി കുറ്റം പറയുന്നില്ലേ? എന്തൊരു കുട്ടികളാ! കത്തിയെടുത്ത് പൂവച്ചെല്ല് കഴിഞ്ഞ ദിവസം +2 കുട്ടികൾ കത്തിയെടുത്ത് കുത്തി ഇല്ലേ? എന്തുകൊണ്ടാണ് കുട്ടികൾ വലുതാവാത്തത്? കുട്ടികൾ വളരുന്നത് എവിടെയാ? നിങ്ങളുടെ വീട്ടുമുറ്റത്തും വീടിന്റെ അകത്തും അല്ല, നിങ്ങളുടെ മനസ്സിലാണ്. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങോ മണിക്കുരുന്നേ. മനസ്സിന്റെ മടിയിലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. നിങ്ങളുടെ മനസ്സ് മാന്തളിര് പോലെ മൃദുലമാവുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ചിന്ത കഴിഞ്ഞാൽ അതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങളുടെ സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്നാണ്. നിങ്ങളുടെ ആശയവിനിമയം പറയാനും കേൾക്കാനും കഴിയുന്നുണ്ടോ? എങ്ങനെയാണ്? നിങ്ങൾ പറയും കേൾക്കുകയും ചെയ്യണ്ടേ? ആ ആശയവിനിമയം ഫലപ്രദമാവണ്ടേ? പക്ഷിമൃഗാദികൾക്ക് ആശയവിനിമയമുണ്ട്. ഭയവും ഭക്ഷണവും ഒക്കെയാണ് അവരുടെ ആശയവിനിമയത്തിന്. എന്താ? ഭയന്നാൽ ബഹളം വെക്കും, കാക്കകളെല്ലാം പറന്നു വരും. അല്ലെ ഭക്ഷണം കിട്ടിയിട്ടില്ലേ കരയും, ഭക്ഷണം ഉള്ളെടുത്ത് പോയി ശബ്ദമുണ്ടാക്കും. അല്ലെ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പൂച്ചകൾ പ്രത്യേക ശബ്ദമുണ്ടാക്കും. അതിന് മാത്രമാണ് അവരുടെ ആശയവിനിമയം. എന്നാൽ പരിപൂർണമായിട്ടുള്ള ചിന്തയുടെ ആഴങ്ങളിലേക്ക്, സംസ്കാരത്തിന്റെ വൈവിധ്യങ്ങളിലേക്ക് ചെന്നായ്ക്കളെ പോലും പുള്ളിമാനാക്കുന്ന നിൻ പ്രേമ മുന്തിരി പൂക്കൾ. ഞാൻ എല്ലായിടത്തും പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമാ ഗാനത്തിലെ വരി ഇതാണ്. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു, നീ എന്റെ ശരീരം കണ്ടു, നീ എന്റെ വീട്ടിലെ പുൽക്കുടിൽ കണ്ടു, നീ എന്റെ കുരിശ് കണ്ടു, നീ എന്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രൂശിത രൂപം കണ്ടു എന്നൊന്നുമല്ല, നീ എന്റെ മാനസം കണ്ടു എന്നാണ്. ഹൃദയത്തിനൽ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി, ദുഃഖത്തിന്റെ ഇരുട്ട് മായ്ച്ചു. അപ്പോഴാണ് ആ സ്നേഹം ഉണ്ടാകുന്നത് എവിടെയാണ്? ഒന്നാമത് ആശയവിനിമയം, ശബ്ദം. ഈ ശബ്ദമുണ്ടല്ലോ, ബഹളം വെച്ചു, അട്ടഹാസം വെച്ചു, കാട്ടാളന്മാർ ഓടി വന്നു, ഭക്ഷണം കഴിച്ചു. അടുത്തിരുന്നപ്പോ ശബ്ദം മെല്ലെ പറയാൻ തുടങ്ങി. ശബ്ദം മാറുമ്പോ അർത്ഥം മാറൂലേ? ഉള്ളൊരു വാക്കിന്റെ അർത്ഥം നിശ്ചയിക്കുന്നത് ഡിക്ഷണറി അല്ല, ആ ശബ്ദമാണ്. ഞാനിപ്പോ നിങ്ങളോട് പറയട്ടെ, ഇപ്പൊ പോയാല് പരശുരാമ കിട്ടുമോ? അപ്പൊ ഒരാൾ പറഞ്ഞു കിട്ടും, അപ്പൊ ഒരാൾ പറഞ്ഞു കിട്ടും, രണ്ടാളും കിട്ടുന്ന പറഞ്ഞ. പക്ഷെ രണ്ടാമത്തെ ആള് കിട്ടൂല എന്നല്ല ഉദ്ദേശിച്ചത്. എങ്ങനെയാ മാറിയേ? ശബ്ദം മാറി, അർത്ഥം മാറി. അക്ഷരം മാറിയിട്ടില്ല, ശബ്ദം മാറുമ്പോ അർത്ഥം മാറി. രാവിലെ എന്ന് പറഞ്ഞാൽ 6 മണിക്കും 8 മണിക്കും 10 മണിക്കും രാവിലെ അല്ലേ? എന്നാൽ രാവിലെയാണ് ഞാൻ പുറപ്പെട്ടത്. രാവിലെ എന്ന് പറയുമ്പോൾ 8 മണിക്കും 10 മണിക്കും അല്ലല്ലോ, അത് 5 മണിക്ക് മുമ്പല്ലേ. എഴുതാൻ പറ്റുമോ? രാവിലെ എന്ന് എഴുതാൻ പറ്റുമോ? ഞാനൊരു സ്കൂളിൽ പോയിട്ട് രാവിലെ എന്ന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഒരു പയ്യൻ നോട്ട് ബുക്കും കൊണ്ട് എഴുതിച്ചിട്ട് പറഞ്ഞു, സാറേ രാവിലെ എന്ന് എഴുതി കടലാസ് കീറിപ്പോയി, അമർത്തി എഴുതിയവൻ. ശബ്ദം മാറുമ്പോ അർത്ഥം മാറും.
ഈ ശബ്ദം സോഫ്റ്റനാവണം, ആശയവിനിമയം സോഫ്റ്റനാവാൻ നിങ്ങൾ പഠിക്കും. നമ്മുടെ അമ്പലങ്ങളും പള്ളികളും വചന പ്രഘോഷണങ്ങളും ഉത്സവങ്ങളും ഘോഷയാത്രകളും വർദ്ധിച്ചു വരുന്നു. അതിനാനുപാതികമായി നന്മ വളരുന്നുണ്ടോ? സ്നേഹം വളരുന്നുണ്ടോ? കാരുണ്യം വളരുന്നുണ്ടോ? ദയ വളരുന്നുണ്ടോ? സത്യം വളരുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. എവിടെയാ ഓപ്പറേഷനിലും വിജയിക്കുന്നുണ്ട്, പക്ഷെ രോഗി ബാക്കിയാവില്ല എന്ന് പറഞ്ഞിരുന്നു. ഡോക്ടർ പറഞ്ഞ ഓപ്പറേഷനിലും വിജയമാണ്, പക്ഷെ രോഗി മരിച്ചു പോകുന്നു. നമ്മുടെ ആരാധനാലയങ്ങളിലെല്ലാം എത്ര ഗംഭീരമാണ്, എത്ര മനോഹരമായ പ്രാർത്ഥനാ സദസ്സുകളും സുവിശേഷ പ്രസംഗങ്ങളും നടക്കുന്നു. പക്ഷെ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ പറ്റി എപ്പോഴും കുറ്റപ്പാണ്. നമ്മുടെ കുമാരൻ ഒരു ചൊല്ലുകുറിയില്ല, നന്മ വരുവാൻ ഒരു മനസ്സും അവനില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റങ്ങളല്ലേ എല്ലാവരും. ഇന്നത്തെ കുട്ടികൾ ഇവിടെ 4 ആള് കൂടി വന്നാലും തന്ത വൈബന്ത ഒത്തുചേർന്നാൽ ഇന്നത്തെ കുട്ടികളെല്ലാം മോശം, എല്ലാം മോശം. ആരാ മോശാക്കി? നമ്മുടെ കുട്ടികളെല്ലാം ആരായിരുന്നു? നമ്മുടെ കുട്ടികളെല്ലാം ആരായിരുന്നു? മരുത്വാമലയിൽ ധ്യാനത്തിലിരുന്നൊരു മനുഷ്യന്റെ ഒരു വചനമുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മനുജാകൃതി പുണ്ട ദൈവമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബിമുത്തുരത്നമോ. കൃഷ്ണനായി അവതരിച്ച ഭഗവാനാവട്ടെ, കർത്താവിന്റെ പുത്രനായ യേശുദേവനാവട്ടെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങളാവട്ടെ, എല്ലാ കുട്ടിയും ജനിക്കുന്നത് ഉണ്ണി കണ്ണനായിട്ടോ ഉണ്ണി യേശുവായിട്ടോ മുത്തു നബിയായിട്ടോ ആണ്. എല്ലാ കുട്ടികളും നല്ല കുട്ടികളായിരുന്നു. പിന്നീട് അവൻ വഷളായി, തോന്നിയവാസിയായി, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിക്കുന്നു. കേട്ടിട്ടുണ്ടോ പുതിയ തലമുറയുടെ പാട്ട്? ആവേശ സിനിമയിലൊരു പാട്ടാ, ഇല്ലൂമിനാറ്റി. വാട്ട് ഈസ് ഇല്ലൂമിനാറ്റി? അറിയില്ല. ഇല്ലൂമിനാറ്റി. നമ്മുടെ പുരാണങ്ങളിൽ ചെകുത്താന്മാരും രാക്ഷസന്മാരും ഇബിലീസും കരിയും അസുരന്മാരൊക്കെ ചോര കുടിക്കുന്നത് കഥ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു രാക്ഷസനും കരിയും ചെകുത്താനും കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ കുട്ടികൾ പാടിത്തുള്ളുക അത്. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നെ ഇഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങൾ മതിയാക്ക്, ഇതൻ പാത എന്നധികാരം, വഴിതെറ്റാനും ഉണ്ടവകാശം, തനിനിറമെടുത്തണിയണ നെഞ്ചേ കാട്ടു തോന്നിയാസം. ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടറിയോ? എന്തേ? അവരെന്തുകൊണ്ട് അങ്ങനെയായി? അവർ ജനിക്കുമ്പോൾ വൃത്തികെട്ട കുട്ടിയായിരുന്നോ? നല്ല മോനായിരുന്നില്ലേ? ഉണ്ണിയേശുവിന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടി ഡാവിഞ്ചി അന്വേഷിച്ച് നടന്നിട്ട് കണ്ണുകളിൽ പരിഭാവനയും മുഖത്ത് ദിവ്യ പരിവേഷവും ഉള്ള ഒരു കുഞ്ഞിനെ കണ്ടിട്ട് അവനെ നോക്കിയിട്ടാണ് ഉണ്ണിയേശുവിനെ വരച്ചത്. അല്ലാതെ ഉണ്ണിയേശുവിന്റെ ഫോട്ടോ എടുത്ത് വെച്ചല്ലോ ആരും. ആ ചിത്രമാണ് അറിയപ്പെടുന്ന, ലോകം അറിയപ്പെടുന്ന ഉണ്ണിയേശു. ഏറെ കാലം കഴിഞ്ഞപ്പോൾ ഡാവിഞ്ചിക്ക് തോന്നി, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ യേശു പറഞ്ഞതിനേക്കാൾ 30 വെള്ളിക്കാശല്ല 3 ഉറുപ്പ്യ കിട്ടിയാൽ മതി. ഗുരുവിനെയല്ല ഏതാളെയും വഞ്ചിക്കാൻ തയ്യാറുള്ള കുറെ ആളുണ്ട് നാട്ടിൽ. അതുകൊണ്ട് അവരുടെ പ്രതീകമായിട്ട് യൂദാസിന്റെ ചിത്രം വരയ്ക്കണം. യുദാസിന്റെ ചിത്രം വരയ്ക്കാൻ ഒരു മോഡലിനെ അന്വേഷിച്ച് നടന്നു. കണ്ടെത്തിയ മോഡൽ ഒരർദ്ധബോധാവസ്ഥയിൽ മദ്യപാനശാലയുടെ വരാന്തയിൽ കിടക്കുക. കണ്ടാൽ തന്നെ അറപ്പും വെറുപ്പും തോന്നൊരുത്തൻ. അവനെ നോക്കിയിട്ട് യുദാസിനെ വരച്ച് കഴിയുമ്പോഴേക്ക് ഇയാൾക്ക് ബോധം വന്നു. ഇവൻ ചോദിച്ചു, ഹേ ചിത്രകാര, നീ ആരെയാടാ എന്നെ നോക്കി വരച്ചത്? നീ ആരെയോ വരച്ചത്? അപ്പൊ പറഞ്ഞ യൂദാസിനെയാണ്. ആഹാ, നീ തന്നെയല്ലേ ഉണ്ണിയേശു വരച്ചത്? അതെ. ആ ഉണ്ണിയേശുവിനെ നോക്കിയിട്ട് വരക്കാൻ നീ ആരെയാ നോക്കിയത്? ഒരു കുഞ്ഞിനെ. ആ കുഞ്ഞിനെ പിന്നെ കണ്ടോ നീ? ഇല്ല. ആ കുഞ്ഞിനെ നിനക്കറിയാമോ? ഇല്ല. എന്നാൽ ഞാൻ തന്നെ ആയിരുന്നത് ആ കുഞ്ഞ്. ഞാൻ തന്നെയായിരുന്നു ആ കുഞ്ഞ്. ഉണ്ണിയേശുവിന്റെ മോഡലായവൻ എങ്ങനെ യൂദാസിന്റെ മോഡലായി? ഗൗരവതരമായിട്ട് നമ്മളെല്ലാം പരിശോധിക്കണ്ടേ. ഒരു കുട്ടിയും ദുഷ്ടനായി ജനിക്കുന്നില്ല, എല്ലാം ദൈവപുത്രന്മാരാണ്. വരുമ്പോ എല്ലാ കുട്ടിയും വരുന്നത് ഒരുപാട് നന്മയുമായിട്ടാണ്. ഒരു കുട്ടിയും വെറും കൈയോടെ ജനിക്കുന്നില്ല. ഉണ്ടോ? നിങ്ങൾ ജനിച്ച ഉടനെ ഒരു കുട്ടിയുടെ കൈ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയാണോ ജനിക്കുമ്പോ? ഇങ്ങനെയാണ്. എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് അവൻ. എല്ലാ കുട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടെത്തി കൊടുക്കാൻ അച്ഛനമ്മമാർക്കും നമ്മുടെ സാമൂഹ്യ നേതാക്കൾക്കും പുരോഹിതന്മാർക്കും കഴിയാത്തതിന്റെ ദുരന്തമാണ് നമ്മുടെ കുട്ടികൾ ആ ചുരുട്ടിപ്പിടിച്ച കൈ കൊണ്ട് സമൂഹത്തെ ഇടിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം. കുട്ടികൾ സമൂഹത്തെ ഇടിക്കുന്നത് അവൻ കൊണ്ടുവന്നത് എന്താന്ന് കണ്ടെത്താൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ വീട്
മനുഷ്യന്റെ വീടാണോ? മനുഷ്യന്റെ വീടാണെങ്കിൽ നിങ്ങൾ രാവിലെ തൊഴുന്നത് ഏതിനെയാ?